Here I am going to discuss some important questions in the lesson motion in a straight line. നമുക്കറിയുന്നതാണ് ഈ ലെസണിൽ കൂടുതലായിട്ട് പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. Free fall is a uniformly accelerated motion. We all know that the freely falling is an example of uniformly accelerated motion. Question: draw the velocity time graph of free fall. ഇപ്പോൾ ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ബൈ ടേക്കിംഗ് ദ വെലോസിറ്റി അലോങ് ദ വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് ദി എക്സ് ആക്സിസ്. ഇതാണ് അതിൻ്റെ ആക്സിസ്. അപ്പോൾ ഒരു ബോഡി നമ്മൾ താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് വാട്ട് ചേഞ്ച് ഈസ് പ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് വെലോസിറ്റി? Its velocity goes on increasing due to the acceleration, but that increasing is in the negative direction. വെലോസിറ്റി കൂടിക്കൂടി വരുന്നുണ്ട്, പക്ഷേ എർത്ത് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ദ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. സപ്പോസ് ആ ബോഡി ഒരു റബ്ബർ ബോൾ ആയിരുന്നെങ്കിലോ? ഇഫ് ഇറ്റ് ഈസ് എ റബ്ബർ ബോൾ ഇറ്റ് ബൗൺസ് ബാക്ക്. അപ്പോൾ അത് തിരിച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസിങ്. ഇപ്പോൾ വെലോസിറ്റി ഡിക്രീസിങ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ റബ്ബർ ബോൾ ആണെങ്കിൽ പിന്നെ അടുത്ത ലൈൻ നമ്മൾ വരക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. കുറഞ്ഞു പറഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി ബിക്കംസ് സീറോ. വെൻ ഇറ്റ് റീച്ച് ദ ഹയസ്റ്റ് പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് സീറോ. ദെൻ ഇറ്റ് ടേൺസ് ബാക്ക്. വീണ്ടും അത് താഴോട്ടേക്ക് തന്നെ വീഴും. താഴോട്ട് വീഴുമ്പോൾ അഗെയിൻ ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസിങ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. പക്ഷെ ഓരോ ടച്ച് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? മുകളിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് കുറയും. അതുകൊണ്ട് അടുത്ത ബൗൺസിൽ നമ്മൾ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെയായിരിക്കും വരക്കുന്നത്. ദിസ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് റബ്ബർ ബോൾ വിച്ച് ഇസ് ഫാളിംഗ് ഫ്രീ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ റബ്ബർ ബോൾ അല്ല, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിച്ച് ഫാൾസ് ഫ്രീലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മാത്രം മതി? ഈ ഒരു ഭാഗം മാത്രം മതിയാവും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ റബ്ബർ ബോൾ ചോദിച്ചിരുന്നെങ്കിൽ ഇതേപോലെ ആയിരുന്നു വരക്കേണ്ടത്. ഇവിടുന്ന് ഇത് താഴെത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസ്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷേ വെലോസിറ്റി കുറഞ്ഞോറിന് വരുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞോറിന് വരും. ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ ഇറ്റ്സ് ബിക്കംസ് സീറോ. വീണ്ടും അത് താഴോട്ടേക്ക് തന്നെ വീഴും. താഴോട്ടേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസിങ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second from the top of a building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise? അതുപോലെ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് how long will it be before the ball hits the ground? അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഒരു ബോൾ എന്ത് ചെയ്യാണ്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 25 meter. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്. ദെൻ ആ പോയിന്റ്, ആ ബോൾ എത്തുന്നത് ബി എന്നുള്ള പോയിന്റിലാണെന്ന് കരുതാം. ബിയിൽ നിന്ന് തിരിച്ചെന്ത് ചെയ്യത്? ഗ്രൗണ്ടിലേക്ക് തന്നെ വീഴും. ഗ്രൗണ്ടിൽ നമുക്ക് സി എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് u ഈസ് ഈക്വൽ ടു 20 meter per second. 20 meter per second വെലോസിറ്റിയിലാണ് ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു മൈനസ് g. That is equal to minus 10 meter per second square. At the highest point എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി എന്താകുന്നു? സീറോ ആകും. സോ ദ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി ഈക്വൽ ടു സീറോ. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചോദിച്ചിരുന്നത് ഇതാണ് ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? ബോൾ എത്ര ഉയരത്തിലേക്കാണ് പോകുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എത്ര ഉയരത്തിലേക്കാന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. കാരണം വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, എസ് കണ്ടുപിടിക്കണം. അപ്പോൾ വി യു എ എസ് ഇത് നാലും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓർക്കാം. അത് നാലും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 20 സ്ക്വയർ പ്ലസ് എ 2 ഇൻറ്റു എ ഈക്വൽ ടു -10 ഇൻറ്റു എസ്. ഈ പോർഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 20s is equal to 20 square 400. Then s is equal to 400 divided by 20, that is equal to
20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഹൗ ഹൈ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഫ്രം ദ ഗ്രൗണ്ട് ആണ് നമ്മൾ ആൻസർ പറയേണ്ടത്. സോ ഹിയർ ഫ്രം ദ ഗ്രൗണ്ട് ഹൈറ്റ്, നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും ഹൈറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടെ ആഡ് ചെയ്യാം. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഇവിടെ 25 മീറ്റർ ആണ്. 25 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഹൗ ഹൈ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ഇതാണ്. വി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. അത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. കാരണം നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ട്. v = u + at, v² = u² + 2as, s = ut + ½ at². അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗിവൺ ഡാറ്റ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. അതായത് ബോൾ ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ എ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ബിയിലേക്ക് എത്തി, ബിയിൽ തിരിച്ച് സിയിൽ വരാൻ എത്ര സമയം എടുക്കും? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എ ടു ബി ഉള്ള ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ എ ടു ബി നമ്മൾ നോക്കുകയാണെങ്കിൽ when it is projecting the velocity equal to 20 meter per second, v equal to 0, a is equal to -10. അപ്പോൾ ഇവിടെ v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, ടൈം ആണ് കാണേണ്ടത്. അപ്പോൾ അത് നാല് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to u + at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0 is equal to 20 minus 10t. Minus 10 ഇങ്ങോട്ട് എടുത്താൽ 10t is equal to 20. So t is equal to 20 divided by 10, that is equal to 2 seconds എന്ന് കിട്ടും. അപ്പോൾ a യിൽ നിന്ന് b യിലേക്ക് എത്താനുള്ള ടൈം 2 seconds എന്ന് കിട്ടി. Now നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? The time taken from a b to c. b എന്നുള്ള പോയിന്റിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുക. ബി ടു സി യിലെ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. 20 + 25 45 ഉണ്ട്. ദെൻ ഇവിടെ നിന്നത് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ താഴോട്ടേക്ക് വീഴുമ്പോഴുള്ള ആക്സലറേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എസ് ഉണ്ട്, വി ഉണ്ട്, യു ഉണ്ട്. ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? എസ് ഇസ് ഈക്വൽ ടു ut + ½ at². അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കേസിൽ u is equal to 0, s is equal to ഇവിടെ നിന്ന് താഴോട്ടേക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? -45 മീറ്റർ എന്ന് എടുക്കണം. അതുപോലെ ആക്സലറേഷൻ is equal to -g എന്ന് എടുക്കണം. that is equal to -10 meter per second square. then equation substitute ചെയ്യാം. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് s is equal to ut + ½ at². s is equal to ut + ½ at². s -45 ഇവിടെ ഒറിജിനൽ ആയിട്ട് എടുക്കുമ്പോൾ താഴോട്ടേക്കുള്ളത് മൈനസ് ആയിട്ട് എടുക്കുന്നതാണ്. that is equal to u 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം becomes 0 plus half into a equal to -10 into t². minus getting cancel. 45 is equal to 5t². 45 5 9 times നമുക്കറിയാം 9 is equal to t². therefore t is equal to √9, that is equal to 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a to b 2 seconds, b to c that is equal to 3 seconds. so the total time taken is equal to 3 + 2, that is equal to 5 seconds എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിന്റെ ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A car is traveling at a speed of 54 km/h is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. അപ്പോൾ നമുക്ക് നോക്കാം. A car is traveling at a speed of 54 km/h. So here initial velocity is equal to 54 km/h. അപ്പോൾ നമ്മൾ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. That is equal to 54 into 5 divided by 18. 54 3 times 3 into 5 15 meter per second. Is brought to rest means its final velocity is equal to 0 within a time of 90 seconds. But t is equal to 90 seconds. Then find the distance traveled by the car before coming to rest. എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s is equal to -u² divided by 2a, where a is the acceleration.
അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ ആക്സലറേഷൻ തന്നിട്ടില്ല, പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ v equal to here 0, u is equal to 15, then t is equal to 90. Then 15 90 ൽ 6 times, so this is equal to 1/6 meter per second square. ഈ ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s is equal to -15 square divided by 2 into -1/6. അപ്പോൾ that is equal to 15 square into 2, 6 ൽ 3 times ഉണ്ടാവും, 3 നേരെ മുകളിലേക്കോ into 3. അപ്പോൾ that is equal to 675 meter എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. then അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Two parallel rail tracks run north to south. Train A moves north with a speed of 15 meter per second. The train B moves south with a speed of 25 meter per second. അപ്പോൾ ഇങ്ങനെ പറയുന്നത് train A is moving towards north and the train B is moving towards south. The velocity of the train A, that is equal to 15 meter per second, and the velocity of the train B, that is equal to 25 meter per second. Okay, the train B is moving towards south. ഇത് സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ എന്തായിട്ട് എടുക്കുന്നു, നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ the velocity of the train B is equal to -25 meter per second. അതിൽ ആദ്യത്തെ പാർട്ട് ഇതാണ്. What is the velocity of the train B with respect to the train A? Velocity of the train B with respect to the train A. അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. That is equal to VB minus V. That is equal to -25 minus 15. That is equal to -40 meter per second. But this is the relative velocity of B with respect to the train A. Now the B part ഇതാണ്. What is the velocity of the ground with respect to the train B? B part, what is the velocity of the ground with respect to the train B? So velocity of the ground with respect to the train B, that is equal to the velocity of the ground minus the velocity of the train B. അപ്പോൾ ഗ്രൗണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എ ബി എന്നതിൻ്റെയൊക്കെ സ്പീഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് 0 ആയിട്ട് എടുക്കുക, -25 minus of minus is plus, so that is equal to 25 meter per second എന്ന് കിട്ടും velocity of the ground with respect to the train B കിട്ടും. then അതിന്റെ C part ആണ്. What is the velocity of a monkey running on the roof of the train A against its motion with a velocity of 5 meter per second with respect to the train A as observed by a man standing on the ground? അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ട്രെയിൻ എ നോർത്തിലേക്ക് പോകും. ആ നോർത്തിലേക്ക് പോകുന്ന ട്രെയിൻ എയുടെ മുകളിൽ കൂടി ഒരു മങ്കി എന്ത് ചെയ്യാണ്, സൗത്തിലേക്ക് വരികയാണ്. അപ്പോൾ ട്രെയിൻ എ നോർത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ നോർത്തിലേക്ക് പോകുന്ന ട്രെയിനില് മുകളിൽ അതിന്റെ റൂഫിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് മൂവ് ചെയ്യുന്നു, ഒരു മങ്കി മൂവ് ചെയ്യും. അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഞാൻ ഇവിടെ കാണിക്കാം. ദ സ്പീഡ് ഓഫ് ദ മങ്കി ഈസ് ഈക്വൽ ടു, ഇവിടെ പറയുന്നത് the speed of the velocity of the monkey with respect to the train A തന്നിട്ടുണ്ട്. velocity of the monkey with respect to the train A, that is എത്രയാണ്, 5 meter per second എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ മങ്കി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ എന്തായാലും എടുക്കണം, മൈനസ് ആയിട്ട് എടുക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് velocity of the monkey as observed by a man standing on the ground എന്നാണ്. എന്ന് പറഞ്ഞാൽ velocity of the monkey with respect to the ground ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. So here നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, velocity of the monkey with respect to the train A, that is equal to velocity of the monkey minus velocity of the train A. അപ്പോൾ ഇതിന്റെ അകത്ത് velocity of the monkey with respect to the train A -5, velocity of the monkey ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് train A എത്ര തന്നിട്ടുണ്ട്, 15 എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ അകത്ത് നിന്ന് velocity of the monkey is equal to -5 plus 15 എന്ന് കിട്ടും. That is equal to 10 meter per second എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട്, here the velocity of the monkey is equal to 10 meter per second. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് velocity of the monkey with respect to the ground ആണ്. അതായത് ഒബ്സർവർ ഗ്രൗണ്ടിലാണുള്ളത്. So that is equal to velocity of the monkey minus velocity of the ground. Velocity of the ground is equal to 0 ആണ്. So that is equal to 10 meter per second. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ 2017, 18, 19 ഈ 3 ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടാതെ അതിൽ ഒരുപാട് പ്രോബ്ലംസും അതുപോലെ ഡെറിവേഷൻസും ഗ്രാഫും അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് പഠിക്കുക.